കേരള രാഷ്ട്രീയത്തിലും കോൺഗ്രസ് പാർട്ടിക്കുള്ളിലും സമീപകാലത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിച്ച വിഷയമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ. ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് പാർട്ടി അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യം ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും പാർട്ടിയിലെ മറ്റൊരു വിഭാഗവും തമ്മിൽ നിലനിൽക്കുന്ന ഭിന്നത കോൺഗ്രസിന്റെ ഐക്യത്തെയും പൊതുജനങ്ങളുടെ മുന്നിലെ പ്രതിച്ഛായയും സാരമായി ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കരുതെന്ന ശക്തമായ നിലപാടിലാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. അദ്ദേഹത്തിന്റെ ഈ നിലപാടിന് വ്യക്തമായ കാരണങ്ങളുമുണ്ട്. രാഹുലിനെതിരെ ഉയർന്നു വന്ന ലൈംഗിക ആരോപണങ്ങൾ അതീവ ഗൗരവമേറിയതാണ്. ഈ ആരോപണങ്ങളെ ഭരണപക്ഷം ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ സാധ്യതയുണ്ടെന്ന് സതീശൻ വിലയിരുത്തുന്നു. സഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സാന്നിധ്യം ഉണ്ടായാൽ ഭരണകക്ഷിയിലെ അംഗങ്ങൾ ഈ വിഷയം ഉന്നയിക്കുകയും പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കുകയും ചെയ്യും. സർക്കാരിന്റെ വീഴ്ചകൾക്കെതിരെയും അഴിമതികൾക്കെതിരെയും ആഞ്ഞടിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ നീക്കങ്ങളെ ഇത് ദുർബലമാക്കും. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഈ വിഷയം വലിയ ചർച്ചയാവുകയും പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽക്കുകയും ചെയ്യുമെന്ന ആശങ്കയും സതീശനുണ്ട്. രാഹുലിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാൻ സാധിക്കില്ലെന്നും അത് പാർട്ടിയുടെ ധാർമ്മിക നിലപാടിനെതിരാകുമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. സതീശന്റെ ഈ നിലപാടിന് പാർട്ടിയിൽ അദ്ദേഹത്തിന്റെ പിന്തുണയ്ക്കുന്ന ഒരു വലിയ വിഭാഗം നേതാക്കളുമുണ്ട്. ഈ വിഷയത്തിൽ പാർട്ടിക്ക് കടുത്ത നിലപാട് സ്വീകരിക്കാൻ സാധിക്കാതെ വന്നാൽ പൊതുസമൂഹത്തിൽ കോൺഗ്രസ് സ്ത്രീവിരുദ്ധമായ ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്ന പ്രതീതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രാഹുലിനെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി സ്പീക്കറെ ഉടൻ അറിയിക്കാനാണ് സതീശൻ ലക്ഷ്യമിടുന്നത്. ഈ കത്ത് നൽകുന്നതോടെ രാഹുൽ നിയമസഭയിൽ ഒരു പ്രത്യേക ബ്ലോക്ക് ആയിരിക്കും. പാർലമെന്ററി പാർട്ടിക്ക് പുറത്തുള്ള ഒരാളായിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കുക. ഇത് രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ച് ഒരു വലിയ തിരിച്ചടിയുമായിരിക്കും. വി.ഡി. സതീശന്റെ നിലപാടിന് വിരുദ്ധമായി രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വരുന്നതിൽ തെറ്റില്ലെന്ന് കോൺഗ്രസിലെ മറ്റൊരു വിഭാഗം നേതാക്കൾ അഭിപ്രായപ്പെടുന്നു. എ ഗ്രൂപ്പിലെ ഷാഫി പറമ്പിൽ അടക്കമുള്ള ചില നേതാക്കൾ രാഹുലിനെ പിന്തുണയ്ക്കുന്നുണ്ട്. രാഹുലിനെ പെട്ടെന്ന് തന്നെ കൈവിട്ട് കളയേണ്ടതില്ലെന്നും ആരോപണങ്ങളിൽ അന്വേഷണം നടക്കട്ടെ എന്നും അവർ വാദിക്കുന്നു. ആരോപണങ്ങൾ മാത്രമാണ് നിലവിലുള്ളതെന്നും കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ലെന്നും ഈ വിഭാഗം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒരു എം.എൽ.എ നിയമസഭാ പ്രവേശനത്തിൽ നിന്ന് വിലക്കാൻ പാർട്ടിക്ക് നിയമപരമായി സാധിക്കില്ല എന്നും അവർ പറയുന്നു. അതിനാൽ ഈ വിഷയത്തിൽ രാഹുലിന് സ്വയം തീരുമാനമെടുക്കാൻ അവസരം നൽകണമെന്നും അദ്ദേഹത്തെ ചേർത്ത് നിർത്തണമെന്നും അവർ ആവശ്യപ്പെടുന്നു. എന്നാൽ എ ഗ്രൂപ്പിൽ തന്നെ രാഹുലിനെതിരെ ശക്തമായ നിലപാടുകളുള്ള നേതാക്കളുമുണ്ട്. ഇത് ഗ്രൂപ്പിനകത്തും ഭിന്നതകൾക്ക് കാരണമായിട്ടുണ്ട്. ഈ വിഷയത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനമാണ് ഇനി നിർണായകമാവുക. കേരളത്തിലെ നേതാക്കളുടെ നിലപാടുകൾ പരിഗണിച്ച് ഹൈക്കമാൻഡ് അന്തിമ തീരുമാനം ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് സൂചനയും. രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിയും കോൺഗ്രസിന്റെ പ്രതിച്ഛായയും ഹൈക്കമാൻഡിന്റെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങളിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുകയാണ്. യുവനടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ക്രൈംബ്രാഞ്ച് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നിയമോപദേശം തേടാൻ തീരുമാനിച്ചു. നടി തനിക്ക് നേരിട്ട് ദുരനുഭവങ്ങൾ തുറന്നു പറയുകയും രാഹുൽ അയച്ച മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടുകൾ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതില്ലെന്നാണ് നടിയുടെ നിലവിലെ മൊഴി. ഇത് അന്വേഷണത്തിൽ ഒരു പരിമിതി സൃഷ്ടിക്കുന്നു. ഈ നിയമപരമായ നീക്കങ്ങൾക്കപ്പുറം ഈ വിഷയം രാഷ്ട്രീയപരമായി കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. സ്ത്രീ സുരക്ഷയെക്കുറിച്ചും ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ചും നിരന്തരം സംസാരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി സ്വന്തം എം.എൽ.എക്കെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങളിൽ ഒരു ഏകീകൃത നിലപാടില്ലാതെ നിൽക്കുന്നത് പൊതുസമൂഹത്തിൽ പാർട്ടിയോടുള്ള വിശ്വാസം കുറയ്ക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടുകൾക്ക് ഭാവിയിൽ വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. സ്ത്രീപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് പാർട്ടി ഒരു ലൈംഗിക ആരോപണ കേസിൽ വ്യക്തമായ നിലപാടെടുക്കാൻ സാധിക്കാതെ വരുമ്പോൾ പൊതുജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടും. ഇത് യുവതലമുറയിലും സ്ത്രീകളിലും പാർട്ടിയോടുള്ള താല്പര്യം കുറയ്ക്കാൻ സാധ്യതയുണ്ട്. പ്രതിപക്ഷ നേതാവും മറ്റു നേതാക്കളും തമ്മിൽ നിലനിൽക്കുന്ന ഈ തർക്കം പാർട്ടിയിലെ ഗ്രൂപ്പ് പോരുകൾക്ക് വീണ്ടും ശക്തി നൽകും. ഇത് തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങളെയും ദോഷകരമായി ബാധിക്കും. ഈ വിഷയം ഭരണകക്ഷിക്ക് ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കാനും കഴിയുന്നതാണ്. ഇതുവഴി പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളുടെ മുനയൊടിക്കാനും സർക്കാരിനെതിരെ ഉയർന്നു വരുന്ന മറ്റ് പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റാനും അവർക്ക് സാധിക്കുന്നതാണ്. നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കെ രാഹുൽ അവധിയെടുക്കണമെന്ന ഉറച്ച നിലപാടിലാണ് വി.ഡി. സതീശൻ. എന്നാൽ ഈ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കാൻ പാർട്ടിക്ക് സാധിച്ചിട്ടില്ല. ഹൈക്കമാൻഡിന്റെ നിർദ്ദേശത്തിനായി കാത്തിരിക്കുകയാണ് നേതാക്കൾ. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയുടെ രാഷ്ട്രീയ ഭാവി മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയുടെ കേരളത്തിലെ ഭാവി കൂടി ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാടുകളെ ആശ്രയിച്ചിരിക്കുന്നു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എക്കെതിരെ ഉയർന്നു വരുന്ന ലൈംഗിക ആരോപണങ്ങൾ രാഷ്ട്രീയമായും നിയമപരമായും തള്ളിക്കളയാൻ സാധ്യതയുണ്ടെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഈ വിഷയം പൊതുജന മധ്യത്തിൽ വലിയ ചർച്ചയായിരുന്നുവെങ്കിലും നിലവിലെ അന്വേഷണ പുരോഗതിയും മൊഴികളും ഈ സാധ്യതയ്ക്ക് ബലം നൽകുന്നു. യുവനടി ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയിട്ടുണ്ടെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നാണ് അവരുടെ നിലപാട്. രാഹുൽ അയച്ച മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടുകൾ കൈമാറിയിട്ടുണ്ടെങ്കിലും പരാതിയില്ലാത്ത സാഹചര്യത്തിൽ പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബുദ്ധിമുട്ടാണ്. ഔദ്യോഗികമായ ഒരു കേസ് നിലവിലില്ലാത്തതിനാൽ നിയമപരമായ
നിയമപരമായി ഈ വിഷയത്തിന് പ്രസക്തിയും കുറവാണ്. രാഷ്ട്രീയപരമായി കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഈ വിഷയത്തിൽ ഭിന്നത നിലനിൽക്കുന്നുണ്ടെങ്കിലും ഹൈക്കമാൻഡിന്റെ ഇടപെടലിലൂടെ ഒരു സമവായത്തിലെത്താനുള്ള സാധ്യതയുമുണ്ട്. നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് അംഗീകരിക്കപ്പെട്ടാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ നിന്ന് വിട്ടുനിൽക്കും. ഇത് ഭരണപക്ഷത്തിന് ഈ വിഷയം ആയുധമാക്കാൻ അവസരം നൽകാതെ താൽക്കാലികമായി പ്രശ്നം ഒതുക്കി തീർക്കാൻ സഹായിക്കും. പരാതി ഇല്ലാത്തതിനാൽ ഈ വിഷയം രാഷ്ട്രീയപരമായി പിന്നീട് വലിയ ചർച്ചയായി മാറിയെന്നും വരില്ല. അങ്ങനെ ഈ വിവാദം ക്രമേണ പൊതുശ്രദ്ധയിൽ നിന്ന് മറഞ്ഞു പോകാനും സാധ്യതയുണ്ട്.